മുസ്ലിമീങ്ങളുടെ ഉന്നമനവും ഐക്യവും ആഗ്രഹിക്കുന്നവരോട് അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഒരു ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ സാഹചര്യം വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ്. ദുനീവിയായിട്ട് പല നിലക്കുള്ള പല മേഖലകളിൽ ഒരുപാട് മികവുകൾ മുസ്ലിമീങ്ങൾ പല കാര്യങ്ങളിലും പുറത്തെടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിമീങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം എന്താ പറയുക, ഒരു ഐക്യമില്ലാതെ ഒരുപാട് വിഭാഗങ്ങൾ, കക്ഷികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, തമ്മിൽ ഒരു ഒരുമയില്ലായ്മ, ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ ഇത് പലർക്കും നമുക്കറിയാം. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പരിഹാരം, നമ്മൾക്ക് എന്താണ് അതിൽ ചെയ്യാൻ പറ്റുക, നമുക്ക് വിഷയത്തിൽ എന്ത് മാർഗമാണ് ഇതിനൊരു പരിഹാരമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, മുസ്ലിമീങ്ങൾ എന്തെങ്കിലും ഒന്നിക്കോ, ഈ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പറയാനുള്ളത്, മുസ്ലിമീങ്ങൾക്ക് ഒരു ഐക്യം സാധ്യമാണോ? ഒന്നിക്കാൻ കഴിയുമോ? പറ്റുമോ? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഒന്നിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എല്ലാവരും അംഗീകരിക്കുന്നൊരു പൊതു അടിസ്ഥാനം, ഒരു പൊതു തത്വം നമുക്ക് വേണം. എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ അല്ലേ? എല്ലാവരുടെയും കയ്യിലുള്ള ഖുർആൻ ഒരേ ഖുർആനാണ്. എല്ലാ വിഭാഗക്കാരും ഓതുന്ന ഖുർആൻ ഒരേ ഖുർആനല്ലേ? അല്ലേ? അതിന്റെ അർത്ഥം എന്താ? നമുക്കത് അറിയിച്ചു തരുന്നത് എന്താ? മുസ്ലിമീങ്ങൾക്ക് ഒരു ഐക്യം സാധ്യമാണ്. അത് വെറുതെ എന്തല്ല, ഒരു പകൽ സ്വപ്നമല്ല. അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത, ഉറങ്ങിപ്പോണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. മുസ്ലിമീങ്ങൾക്ക് ഒരു ഐക്യം എന്നുള്ളത് അത് സാധിക്കുന്ന കാര്യമാണ്. മറ്റു മതങ്ങളെ, മറ്റു ആദർശങ്ങളൊക്കെ നോക്കി അവർ പല ആളുകളും ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഐക്യത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരിൽ ആ വിഭാഗത്തിലുള്ള എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു പൊതു തത്വം അവർക്കില്ല. അവരിലെ വ്യത്യസ്ത കക്ഷികൾ, വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്ത സംഘടനകൾ, വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ഇതെല്ലാ ആളുകളും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു പൊതു തത്വം അവർക്കിടയിലില്ല. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഐക്യം ആഗ്രഹിക്കുന്നുണ്ട്, അതിന് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും മടങ്ങിച്ചെല്ലാൻ പറ്റുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമില്ലാതെ എന്ത് സാധിക്കൂല? ഐക്യം എന്നുള്ളത് സാധിക്കൂല. ഐക്യം എന്നുള്ളത് സാധിക്കില്ല. മുസ്ലിമീങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു പൊതു തത്വമുണ്ട്, മടങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു മസ്ദറുണ്ട്, അതാണ് ഖുർആൻ. ഈ ഖുർആൻ എല്ലാ വിഭാഗങ്ങളുടെ അടുക്കലും ഒരേ ഒരു ഖുർആനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് ഐക്യം സാധ്യമാകുമെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് ഐക്യം സാധ്യമാകുന്നു മാത്രമല്ല, ഏറ്റവും എളുപ്പത്തിൽ ഐക്യം സാധ്യമാകുന്ന വിഭാഗമാണ് ആര്? മുസ്ലിമീങ്ങൾ. ഏറ്റവും വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായി എന്ത് ചെയ്താൽ മതി? എല്ലാവരും ഈ ഖുർആൻ അംഗീകരിക്കുകയും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്താൽ മതി. അതിലെ കൽപ്പനകൾക്ക് എതിരാവാതിരുന്നാൽ മതി. ഇതാണ് അതിന്റെ ചുരുക്കം. ഇതാണ് അതിന്റെ ചുരുക്കം. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, എല്ലാവരും ഞങ്ങൾ ഖുർആനെ പിൻപറ്റുകയാണെന്നാണല്ലോ പറയുന്നത്.
എല്ലാ വിഭാഗക്കാരും. അത് എല്ലാ വിഭാഗക്കാരും അങ്ങനെ തന്നെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലയ്ക്ക് യോജിച്ചു പോകാത്ത വിഭാഗങ്ങൾ പോലും ഞങ്ങളും ഖുർആനെയാണ് അംഗീകരിക്കുന്നത്, ഖുർആനെയാണ് പിൻപറ്റുന്നത് എന്നാണല്ലോ പറയുന്നത്. എന്നിട്ടും ഈ ഐക്യം സാധ്യമാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണത്? അപ്പൊ നമുക്ക് എന്താ ഒരു പരിഹാരമായിട്ട് എന്താ പറയാനുള്ളത്? ഖുർആൻ മതിയാകൂലേ മുസ്ലിമീങ്ങളുടെ ഐക്യത്തിന്? ഖുർആൻ മതിയായതല്ലേ മുസ്ലിമീങ്ങളുടെ ഹിദായത്തിന്? അല്ലേ? സംശയം ഉണ്ടാകുമെങ്കിലും ഒരു സംശയം വേണ്ടതില്ല. ഖുർആൻ നമുക്ക് മതിയായതാണ്. പക്ഷേ ആ ഖുർആനിനെ നമ്മൾ യഥാവണ്ണം അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും അതുകൊണ്ട് പ്രാവർത്തികമാക്കേണ്ടതുപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഖുർആൻ മതിയായതാവുക, നമ്മുടെ ഐക്യത്തിന് കാരണമായി തീരാം. ശ്രദ്ധിക്കണേ, ഖുർആൻ നമുക്ക് മതിയായതാണ്. നമ്മുടെ എല്ലാ പ്രശ്നവും, ഐക്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും, ദുനിയാവിലും ആഖിറത്തിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമായി ഖുർആൻ മതിയായതാണ്. എങ്ങനെയാണെങ്കിൽ ആ ഖുർആനിന് നമ്മൾ അത് ഏത് രൂപത്തിലാണോ നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടത് ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രം. ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കരിഞ്ജീരകം, മനസ്സിലാൻ വേണ്ടി പറയാം, കരിഞ്ജീരകം എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. കരിഞ്ജീരകം എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. മരണമൊഴിച്ച എല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം? അയാൾക്ക് പല രോഗങ്ങളും ബാധിച്ച് പക്ഷെ കരിഞ്ജീരകം ഉപയോഗിച്ചിട്ട് ആ രോഗം മാറുന്നില്ല. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെറ്റാണെന്നാണോ? അല്ല, മറിച്ച് ഈ കരിഞ്ജീരകം ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. തലവേദന വന്നാൽ കരിഞ്ജീരകം ഉപയോഗിക്കുന്ന പോലെയല്ല തൊണ്ടവേദന വന്നാൽ ഉപയോഗിക്കാം. ഓരോ എന്ന് വെച്ചാൽ ഇതെങ്ങനെ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമോ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴേ എന്താകുള്ളൂ? കരിഞ്ജീരകം എല്ലാ രോഗങ്ങൾക്കും ശമനാകുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആനാണ്. അത് ദുനിയാവിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, ആഖിറത്തിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, അത് നമ്മളെ എല്ലാത്തിനും ഉള്ള പരിഹാരം ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോൾ അത് എപ്പോൾ മാത്രമാണ് അത് ശരിയാവുക, സത്യസന്ധമായ സംസാരമാവുക? ആ ഖുർആന് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. ആ ഖുർആന് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തും. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാനാണ് ഖുർആൻ നിശ്ചയിക്കപ്പെട്ടത് ആ രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങളിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും ഖുർആനാണ് അവലംബിക്കുന്നത്, അല്ലേ? CM മടവൂര് മുദബ്ബിറുൽ ആലമാണെന്ന് പറയാനും ഖുർആന്റെ ആയത്താണ് ഓതുന്നത്. ഔലിയാക്കന്മാർക്ക് നിസ്കരിക്കേണ്ടതില്ല, നോമ്പെടുക്കേണ്ടതില്ലെന്ന് പറയാനും ഖുർആന്റെ ആയത്താണ് ഓതുന്നത്. ഇങ്ങനെ എല്ലാ വഴിപഴവിനും എല്ലാ വൃത്തികേടിനും എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആളുകൾ ഖുർആന്റെ ആയത്താണ് ഓതുന്നത്, തെളിവ് പിടിക്കുന്നത്. അതാണ് ജനങ്ങൾക്ക് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല, ഇടയാളന്മാരെ ആവശ്യമുണ്ട്, അവരിലൂടെ തേടിയാലേ റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ എന്നുള്ള മണ്ടത്തരം വിളിച്ചു പറയാൻ അവർ ഓതുന്നത് ഖുർആനാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അടിസ്ഥാനരഹിതമായ, കേവലം ചെറിയൊരു സാമാന്യ ഫിത്രത്ത് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ചെറിയ കുട്ടിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും വിളിച്ചു പറയാൻ ഖുർആനാണ് മുന്നിൽ വെക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവരൊന്നും ഖുർആനിന്റെ ആളുകളല്ല. ഇവരൊന്നും ഖുർആനിന്റെ ആളുകളല്ല. എന്താ കാരണം? ഇവരെല്ലാവരും ഖുർആനിന്റെ ആളുകളാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാവൂല. മനസ്സിലാക്കണം. ഇവരെല്ലാവരും ശരിക്കും ഇവർ ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് പോലെ, കാണിച്ചു കൂട്ടുന്നത് പോലെ
അവർ അവകാശപ്പെടുന്നത് പോലെ അവർ ശരിക്കും ഖുർആനിന്റെ ആളുകളായിരുന്നെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാവില്ല. പക്ഷെ അവരെന്തല്ല, ഖുർആനിന്റെ ആളുകളല്ല. എപ്പോഴാണ് ഒരാൾ ഖുർആനിന്റെ ആളാവുക? നേരത്തെ പറഞ്ഞതിൽ ഖുർആൻ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണമോ അതുപോലെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. അതിന്റെ ശരിയായ രീതിശാസ്ത്രം, ശരിയായ രൂപത്തിൽ, ശരിയായ രീതിയിൽ അത് നമ്മൾ ചെയ്യുമ്പോഴാണ്. എങ്ങനെയാണത് ശരിയായ രൂപം? എന്താ? അതിനെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? അതിനെന്തെങ്കിലും ശരിയും തെറ്റും വേർതിരിക്കാൻ എന്തെങ്കിലും അവിടെ ഇറങ്ങിപ്പോകുന്നുണ്ട്? അവിടെ ശരിയും തെറ്റും വേർതിരിക്കാൻ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ഒരാൾ ഖുർആൻ ഉപയോഗിച്ചിട്ട് പറയുന്നത് ഇത് ശരിയാണ്, ഇയാൾ ഖുർആൻ ഉപയോഗിച്ച് പറഞ്ഞ ഈ കാര്യം തെറ്റാണ്, ഈ സംഘടനക്കാരൻ പറഞ്ഞ ഈ വിഷയം തെറ്റാണ്, ഈ പാർട്ടിക്കാരൻ പറഞ്ഞ ആ കാര്യം ശരിയാണ്, ഈ ഗ്രൂപ്പുകാരൻ പറഞ്ഞ ഈ കാര്യം, ഇങ്ങനെ നമുക്ക് ശരി തെറ്റെന്ന് പറയാൻ അത് വേർതിരിക്കാൻ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? അതോ ഖുർആൻ ഉപയോഗിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണോ? ഖുർആൻ മുന്നിൽ വെച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് ആണോ? ആകുമോ? ഇല്ല. മറിച്ച് അതിൽ ശരിയും തെറ്റും വേർതിരിക്കാൻ ഒരു മാനദണ്ഡമുണ്ട്. എല്ലാ ഖുർആന് മുൻനിർത്തി സംസാരിക്കുന്ന ആളുകളും ഖുർആന്റെ ആളുകളാവുകയില്ല എപ്പോഴല്ലാതെ അതിൻ്റെ ശരിയായ രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്ന ആളുകളല്ലാതെ. എന്താണ് ശരിയായ രൂപം? ഈ പാർട്ടിക്കാരോടൊക്കെ ചോദിച്ചു നോക്കേ, ഈ വിഭാഗക്കാരോടൊക്കെ ചോദിച്ചു നോക്കേ, എന്താണ് ഖുർആന്റെ ശരിയായി ഉപയോഗപ്പെടുത്തുന്ന രൂപം എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? ഞങ്ങളുടെ സംഘടനയുടെ രൂപം, ഞങ്ങളുടെ വിഭാഗത്തിന്റെ രൂപം, അതാണ് ശരിയായ രൂപം. ഞങ്ങളുടെ ഉസ്താക്കന്മാരെന്താണ് പഠിപ്പിച്ചത് അതാണ് ശരിയായ രൂപം. അല്ലേ? എല്ലാരും പറയാതെ ഞങ്ങൾ ശരിയായ രൂപത്തിലാണ് ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് എല്ലാവരും പറയാറ്. ഒരാൾ സമ്മതിച്ചു തരൂല ഞങ്ങൾ തെറ്റായ രൂപത്തിലാണ് ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നത്, ജനങ്ങളെ ഖുർആന്റെ പേര് പറഞ്ഞ് പറ്റിക്കുകയെന്ന് ഒരാൾ സമ്മതിച്ചു തരൂല. ആരും സമ്മതിച്ചു തരൂല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഇത്തരം ദീനിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ നമ്മുടെ കയ്യിൽ എന്ത് വേണം? കൃത്യമായ മാനദണ്ഡമാണ് നമ്മുടെ കയ്യിൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവരൊരിക്കലും തെറ്റ് സമ്മതിച്ചു വരൂല, അവരുടെ കളവുകൾ അവരവസാനിപ്പിക്കൂല. നമ്മളുടെ കയ്യിൽ ഇത് തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ തെറ്റുകൾ ശരിയാണെന്ന് കരുതിപ്പോകും. അവർ ഖുർആന്റെ ആളുകളാണ് നമ്മൾ വിചാരിച്ചു. എന്താണ് മാനദണ്ഡം? എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഖുർആനിലും സുന്നത്തിലും അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? അത് അള്ളാഹ് നമ്മളങ്ങനെ വെറുതെ വിട്ടേച്ചിരിക്കുകയാണോ? എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? അറിയോ? ഏതെങ്കിലും ആയത്തിലോ ഹദീസിലോ വന്നത് അറിയോ? ശരിയായ ഖുർആനിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഞാൻ പറഞ്ഞത് എളുപ്പം മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾക്ക് കാര്യം കൃത്യമായി. ഖുർആൻ നമ്മൾ ഖുർആന് പിൻപറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ഹറാമുകളൊക്കെ ഒഴിവാക്കി വാജിബുകളൊക്കെ പൂർത്തീകരിച്ച് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ കണ്ണു തുറന്നിറങ്ങാം. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനാണ്. ശ്രദ്ധിക്കണേ, നമ്മളിത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലക്ഷ്യം അതാണ്, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഭാഗത്തെ പറ്റി, ഒരു ആളുകളെ പറ്റി അള്ളാഹ് പറയാണ് ഇവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹ് നമുക്ക് അറിയിച്ചു തരികയാണ്. അള്ളാഹ് പറയാണ് ഈ ഒരു വിഭാഗത്തെ പറ്റി, ഇന്ന ആളുകളെ പറ്റി ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അള്ളാഹ് അറിയിച്ചു തരികയാണ്.
അപ്പൊ നമുക്ക് എന്തുറപ്പിക്കാം? ഈ ആളുകൾ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് അറിയിച്ചു തന്ന ആളുകൾ അവരെങ്ങനെയാണോ ഖുർആൻ ഉപയോഗപ്പെടുത്തിയത് അതായിരിക്കും എന്ത് ഉപയോഗം? ശരിയായ ഉപയോഗം. അതാണ് ശരിക്കുള്ള ഉപയോഗം. അങ്ങനെയാണ് ഖുർആൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ? ഖുർആനിന്റെ ആളുകളാവുള്ളൂ. അതുവരേക്കും നമ്മൾ എത്ര ആയത്തോതിയിട്ടും കാര്യമില്ല, എത്ര ഖതം തീർത്തിട്ടും കാര്യമില്ല, എത്ര തജ്വീദോടുകൂടി നീട്ടി മണി ചോദിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ഖുർആനിന്റെ ആളുകളാവൂല. നമുക്ക് ഈ ഉമ്മത്തിനെ ഒന്നിപ്പിക്കാൻ സാധിക്കൂല. ഇന്ന് ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാനും സാധിക്കൂല. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പഠിപ്പിച്ചിരുന്ന ആ വിഭാഗം അവരെങ്ങനെയാണോ ഖുർആൻ ഉപയോഗപ്പെടുത്തിയത് അതുപോലെ ഉപയോഗപ്പെടുത്തുമ്പോഴല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കൂല. അതാണ് ഇന്ന് ചുരുക്കം. ഇന്ന് നിലനിൽക്കുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അതെല്ലാം പൂർണ്ണമായും ഒരു കാര്യം പോലും അവശേഷിക്കാതെ മുഴുവനും അവസാനിക്കും. 100-ൽ 200% ഉറപ്പ് തരാം. എല്ലാ സംഘടനകൾക്കും ഉറപ്പ് തരാം, എല്ലാ വിഭാഗങ്ങൾക്കും ഉറപ്പ് തരാം. പക്ഷേ അവരെല്ലാ വിഭാഗങ്ങളും തയ്യാറാകണം ഖുർആനിനെ ഈ ഒരു വിഭാഗം ഉപയോഗപ്പെടുത്തിയതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ട വിഭാഗം എങ്ങനെ ആ ഖുർആനിനെ ഉപയോഗപ്പെടുത്തിയോ അതുപോലെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഒന്നുപോലും ബാക്കിയാവാം, എല്ലാം ശരിയാവും. ഏതാണ് ആ വിഭാഗം? സ്വഹാബത്ത് അല്ലേ? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അബൂബക്കർ എന്ന് പറയുമ്പോൾ എന്താ പറയാ? റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. എന്തേ റളിയല്ലാഹു അൻഹു? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടത്? മക്കക്കാരായതുകൊണ്ടാ? ഖുറൈശികളായതുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മകളെ കെട്ടിച്ചു കൊടുത്തോണ്ടാ? അവർ ഖുർആനിനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയവരായതുകൊണ്ട്. ഖുർആന് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയവരായതുകൊണ്ട് അവരെങ്ങനെയാണോ ഖുർആനെ ഉപയോഗപ്പെടുത്തിയത് അതേപോലെ നമ്മളും ഉപയോഗപ്പെടുത്തിയാൽ നമ്മളെയും അല്ലാഹു തൃപ്തിപ്പെടും. അപ്പോൾ മാത്രമേ നമ്മൾ അല്ലാഹു തൃപ്തിപ്പെടുള്ളൂ. ശ്രദ്ധിക്കണം. അവരെങ്ങനെയാണോ ഖുർആൻ ഉപയോഗപ്പെടുത്തിയത് അതേപോലെ അതേ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഉപയോഗപ്പെടുത്തുമ്പോഴല്ലാതെ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയില്ല. നമ്മൾ ഖുർആനിന്റെ ആളുകളാവുകയില്ല. നമ്മൾക്ക് ഐക്യമുണ്ടാക്കാനോ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. ആ ആളുകൾ ഏതു രൂപത്തിലാണോ ഈ ഖുർആൻ സമീപിച്ചത് അത് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മുസ്ലിമീങ്ങളുടെ ഉന്നമനവും ഐക്യവും ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഓരോരുത്തർക്കും പള്ളി ഉസ്താദ് മാത്രം പഠിച്ചാൽ പോരാ, അന്വേഷിച്ചാൽ പോരാ. ഓരോരുത്തർക്കും ആ ഒരു നിലപാടുകൾ എന്താണ്, അവരെങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് നമ്മൾ പഠിക്കണം, അന്വേഷിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാൻ വേണ്ടി പറയാം, ഉദാഹരണമായിട്ട് പറയാം. ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഉപയോഗപ്പെടുത്തിയത് അതെങ്ങനെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്ന ചില കാര്യങ്ങൾ, ചില ഘടകങ്ങളുണ്ട്. ഞാനൊരു മനസ്സിലാൻ വേണ്ടി പറയാം. ഒരു കാര്യമാണ് എന്ത്, ഒരു ഉദാഹരണമാണ്, ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒന്നാമത്തെ കാര്യം, അവിടെ നമുക്കറിയാം മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമൂഹത്തിലേക്കാണോ, ഏത് സമൂഹത്തിൽ നിന്ന് ആ ചുറ്റുപാടിലാണോ ജീവിക്കുന്നത് ആ ആളുകൾ, മക്കക്കാർ, അവർക്കിടയിൽ ഇല്ലാത്ത വൃത്തികേടുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാ വൃത്തികളും ഉണ്ടായിരുന്നു.
വ്യഭിചാരം വ്യാപകമാണ്, പലിശ വ്യാപകമാണ്, അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം വ്യാപകമാണ്, മദ്യപാനം വ്യാപകമാണ്, എല്ലാം വ്യാപകമാണ്. അന്യായമായിട്ടുള്ള രക്തം ചിന്തൽ, കൊലപാതകങ്ങൾ എല്ലാം വ്യാപകമാണ്. എല്ലാ തിന്മകളും അങ്ങേയറ്റം പ്രചരിച്ച് നിൽക്കുന്ന, തൊട്ടടുത്തുള്ള കുടുംബങ്ങൾ തമ്മിൽ പോലും ഒരുമയില്ലാത്ത, ഐക്യമില്ലാത്ത, വളരെയധികം ചിത്രതയിലും സാമൂഹികമായി വളരെയധികം മോശം അവസ്ഥയിൽ നിലനിന്നിരുന്ന ആ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ആദ്യം ചെയ്ത കാര്യം എന്താ? ഇന്നത്തെ SDPക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും NDFക്കാരും സിമിക്കാരൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാവരും വരി, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കാം, എല്ലാവരും മെമ്പറായി നമുക്ക് എല്ലാവർക്കും എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ വരി, അബൂലഹബ് വരി, എല്ലാവരും കുടുംബക്കാരാണല്ലോ, എല്ലാവരും നിങ്ങൾ വരി, നമുക്ക് എല്ലാവർക്കും ചെന്നിട്ട് ആദ്യം ഇവിടെ എന്ത് ചെയ്യാം, ഈ സ്ഥലം ഒരു നല്ലൊരു നമ്മുടെ അധികാരത്തിന് കീഴിലാക്കാം എന്നാണോ പറഞ്ഞത്? അല്ലെങ്കിൽ അബൂജഹൽ അബൂലഹബും പോട്ടെ, മറ്റുള്ള നല്ല നല്ല ആളുകളൊക്കെ കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ക്ഷണിക്കുകയാണോ ചെയ്തത്? ആദ്യം ചെയ്തെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പരസ്യമായി ദഅവത്ത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്ത കാര്യം മദ്യപിക്കരുത് എന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അത് അംഗീകരിക്കും, അതിന്റെ ആളുകളാകും, അതിന്റെ വക്താക്കളാകും, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിജയിക്കാം. ഇതാണ് ആദ്യം പറയുന്നത്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിനെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താ? ഏറ്റവും ആദ്യം വിശ്വാസമാണ്. ഒരാളുടെ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരാൾ അതിൽ നിന്ന് അവന് കിട്ടേണ്ട ഒന്നാമത്തെ പാഠം അതായിരിക്കണം. ഒരാൾ ഖുർആൻ ഇങ്ങനെ ഒരു തല മുതൽ മറ്റേ തല വരെ ഒരു ഹർഫ് പോലും തെറ്റിക്കാതെ നല്ല തജ്വീദോടുകൂടെ മുഴുവൻ കാണാതെ ഓതുന്നുണ്ടെങ്കിലും അവൻ ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനാണെങ്കിൽ അവൻ ഖുർആനിന്റെ ആളല്ല, അവന് ഖുർആൻ എന്താന്ന് മനസ്സിലായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആനിന്റെ കുറച്ച് ആയത്തുകളും കുറച്ച് സൂറത്തുകൾ മാത്രം അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ആ ഖുർആനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് വിശ്വാസത്തിന്, ഈമാനിന്, അഖീദയ്ക്കാണ്. അതാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. കാരണം അത് ശരിയായാലല്ലാതെ ഒരു കാര്യവും പിന്നെ ശരിയാവില്ല. ഒരാളുടെ വിശ്വാസം ശരിയായ വിശ്വാസമായി തീർന്നു കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും കുറേയൊക്കെ പ്രശ്നങ്ങൾ അവസാനിക്കും. ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. ഇതാണ് ഖുർആനിന്റെ ആളുകൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം. മറ്റെന്തൊന്നിനേക്കാളും വിശ്വാസത്തിന്, തൗഹീദിന് പ്രാധാന്യം കൊടുക്കുന്നു. എല്ലാത്തിനേക്കാളും തൗഹീദിനെ മുന്തിക്കും. നേരെ തിരിച്ചു പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നടമാടുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ട്. മയക്കുമരുന്നുകളുണ്ട്, അതുപോലെ തന്നെ വ്യഭിചാരങ്ങളുണ്ട്, മറ്റൊരുപാട് വൃത്തികേടുകളുണ്ട്. ഈ വൃത്തികേടുകളെക്കാൾ ഒരു മുസ്ലിം ഏറ്റവും ആദ്യം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കാൻ അവൻ പരിശ്രമിക്കുക അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന വിഷയമാണ്. അതാണ് അവന്റെ മനസ്സിൽ ഏറ്റവും ഗൗരവമുള്ള തിന്മയായിട്ടുണ്ടാവുക. ഈ ഒരു കാര്യം മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഭിന്നിച്ചത്. ഇത് മാത്രം എടുത്തു നോക്കിയാൽ, വേറൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും
എന്താണ് ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിലെ എന്താ പറയാ സംഘടനകളുടെയും വിഭാഗങ്ങളുടെയും അവസ്ഥ എന്താണ്? ഇത് മാത്രം എടുത്തു നോക്കിയാൽ മതി. പല മുസ്ലിം നാമധാരികൾക്കും എന്താണ് ഷിർക്ക് എന്ന് അറിയാത്ത എത്രയോ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ മാത്രം. എന്താണ് ഷിർക്ക് എന്ന് അവർക്ക് അറിയില്ല. അവർ വിചാരിക്കുന്നത് കല്ലിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലേ വണങ്ങിയാലേ ഷിർക്കാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. മറ്റു ബഹുദൈവ ആരാധകർ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്താലേ, അവരുടെ ആരാധ്യന്മാരെ പോലെ അതേപോലെ തന്നെ കല്ലും മരവും മറ്റുള്ള വിഗ്രഹങ്ങളെ അതിന്റെ മുന്നിൽ വണങ്ങിയാലേ, അതിനുള്ള നേർച്ച വഴിപാടുകൾ കൊടുത്താലേ ഷിർക്കാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്താണ് ഷിർക്കെന്ന് പോലും അറിയാത്ത മുസ്ലിമീങ്ങൾ ധാരാളം. നിങ്ങൾ വിചാരിക്കണ്ട, ഈ ഷിർക്ക് മനസ്സിലാക്കാത്ത ആളുകൾ, ഈ ആളുകളെ കൊണ്ട് എങ്ങനെയാണ് ഈ ഉമ്മത്തിന് ഐക്യം ഉണ്ടാവുക? നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഒരിക്കലും ഉണ്ടാവില്ല. ഷിർക്ക് എന്താണെന്ന് അറിയില്ല, തൗഹീദ് എന്താണെന്ന് അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം എങ്ങനെയാണെന്ന് അറിയില്ല. അത് പഠിപ്പിക്കാൻ അതിന്റെ നേതാക്കന്മാർ പരിശ്രമിക്കുന്നില്ല. അതറിയുന്ന നേതാക്കന്മാർ ജനങ്ങളെ തൊട്ട് മറച്ചു വയ്ക്കുകയാണ്. എന്തിനു വേണ്ടി? അധികാരത്തിനും അവരുടെ സ്ഥാനമാനങ്ങൾക്കും വേണ്ടി. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ എപ്പൊന്നാവാനാണ്? ഒന്നാവോ? ഒരിക്കലും ഒന്നാവൂല. ഈ രൂപത്തിൽ തുടരുകയാണെങ്കിൽ ഒരു കാലത്തൊന്നാവൂല, പ്രതീക്ഷിക്കണ്ട. അതിപ്പോ SDPIക്കാരനോടാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ മുസ്ലിമീങ്ങളിലെ ഷിർക്ക് അത് നീക്കം ചെയ്യാൻ പരിശ്രമിക്കാത്തിടത്തോളം, അവർക്ക് തൗഹീദ് പഠിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാ ഊർജവും ചെലവഴിക്കാത്തിടത്തോളം നിങ്ങൾക്ക് ഈ കൗമിനെ ഒന്നാക്കാൻ കഴിയൂല. നിങ്ങൾ തലകുത്തി നിന്നാലും ശരി, നിങ്ങൾക്കൊണ്ട് പറ്റൂല, കഴിയൂല, നിങ്ങൾക്കൊണ്ട് സാധിക്കൂല. ചരിത്രം നിങ്ങൾക്ക് സാക്ഷിയാണ്. എത്രയോ ആളുകൾ, എത്ര രാജാക്കന്മാരാണ് അവരുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച് അവരുടെ നാട്ടുകാരെ മുഴുവൻ ഒറ്റക്കെട്ടാക്കാൻ ശ്രമിച്ച എത്രയോ രാജാക്കന്മാരുണ്ട്. എന്നിട്ട് അവർക്ക് പറ്റിയോ? അത് സാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഹൃദയങ്ങളെ തമ്മിൽ ഇണക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഹൃദയങ്ങളും ഒരേപോലെ ആകണമെന്നില്ല. അല്ലെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കുണ്ടാവണം. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ചിരുന്നാൽ ഇണക്കം വരുമോ? വരൂല. ഹൃദയങ്ങൾ തമ്മിൽ ഇണങ്ങുമ്പോഴേ ശരിക്കുള്ള ഇണക്കം വരുള്ളൂ. ഹൃദയങ്ങൾ തമ്മിൽ ഇണങ്ങണമെങ്കിൽ ഹൃദയങ്ങൾക്കുള്ളിലുള്ള കാര്യം പരസ്പരം ഒരേപോലെ എന്താ പറയാ, ഇരുവരും അംഗീകരിക്കുന്ന രൂപത്തിൽ, ഇരുവരും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കം വരാം, അല്ലാതെ വരൂല. വെറുതെ നമുക്ക് ഇവരൊക്കെ പറയുന്ന പോലെ എല്ലാവരും അവനായി ആ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ, ഇവർ ഈ ഗ്രൂപ്പിലായിക്കോട്ടെ, നമ്മളെന്നാ നോക്കണ്ട, ആദർശം നോക്കണ്ട, തല പോകുന്ന വിഷയമാണ്. തൽക്കാലം നമ്മളെല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന്, അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരിക്കലും ഒരു ഒരുമ വരൂല, ഐക്യം ഉണ്ടാവൂല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അവർക്ക് അവരുടെ അധികാരം, അവർക്ക് കുറെ വോട്ട് കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ അധികാരം നിലനിർത്താനും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടി ആളുകളെ പറ്റിക്കുന്നതാണ്. അതൊന്നും ഒരിക്കലും ഉണ്ടാവുന്ന കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കുള്ള ഒരുമ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള ഒരുമയാണ്. എല്ലാ മുസ്ലിമീങ്ങളെയും സ്വന്തം സഹോദരങ്ങളെ പോലെ അത്രയധികം ആത്മാർത്ഥമായി ആഴത്തിൽ ഇഷ്ടപ്പെടാൻ സാധിക്കുക എന്നുള്ള അവസ്ഥ, ആ അവസ്ഥ കൈവരണമെങ്കിൽ എന്തു വേണം? എല്ലാവരും ഒരേ ആദർശത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിലുള്ള ആദർശങ്ങളും ഒരേ രൂപത്തിലായിത്തീരണം. അപ്പോഴല്ലാതെ പറ്റൂല. അങ്ങനെയാണ്, ആ രൂപത്തിലാണ് എന്ത് ചെയ്തത്? സ്വഹാബത്തൊന്നായത്. സ്വഹാബത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ?
പല ചെറിയ നിസാര വിഷയങ്ങൾക്ക് പോലും തൊട്ടടുത്തുള്ള നാട്ടുകാരോട് പോലും ഗോത്രക്കാരോട് പോലും ശക്തമായി പ്രശ്നങ്ങളും യുദ്ധങ്ങളും മറ്റു കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി നടന്നിരുന്ന ആ ആളുകൾ, അതേ ആളുകൾ തന്നെ ഏതോ വിദൂര ദേശത്തുള്ള തങ്ങളുടെ ഗോത്രങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ദുനിയാവിയായിട്ട് യാതൊരു ലാഭങ്ങളും കിട്ടാനില്ലാത്ത ആളുകൾ പോലും സ്വന്തം മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ആഴത്തിൽ ഇഷ്ടപ്പെട്ടത് ആദർശം ഒന്നായതുകൊണ്ടാണ്. നമുക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളത് തന്നെയാണ്. ഈ മുസ്ലിം സംഘടനകളും മറ്റുള്ള ആളുകളും നിങ്ങൾ മുസ്ലിമീങ്ങളുടെ ഉന്നമനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, മുസ്ലിമീങ്ങളുടെ ഐക്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആ സത്യസന്ധമായിട്ടാണ് ആഗ്രഹം പങ്കുവയ്ക്കുന്നതെങ്കിൽ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് മുന്നിൽ ഇതല്ലാതെ വേറൊരു മാർഗമില്ല. നിങ്ങൾ ഏത് ആദർശം കൊണ്ടാണ് സ്വഹാബത്ത് ഒന്നായത്, ആ ആദർശത്തിലേക്ക് നിങ്ങൾ വരൂ. നമ്മൾ പോണം, നമ്മൾ പരിശോധിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള സദസ്സല്ലത്. നമ്മളെ പരിശോധിക്കുക. നമ്മൾ ആ ആദർശത്തിലായിട്ടുണ്ടോ? നമ്മൾ ആ നിലപാടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ ആ അഖീദയിലേക്ക്, വിശ്വാസത്തിലേക്ക് നമ്മളായി മാറിയിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. വെറുതെ ഞാൻ അഹ്ലുസുന്നത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ വീട്ടിന്റെ മുന്നിൽ അല്ലെങ്കിൽ പള്ളിന്റെ മുന്നിൽ മദ്രസന്റെ മുന്നിൽ ബോർഡ് വെച്ചത് കൊണ്ട് നമ്മുടെ റബ്ബിന്റെ അടുക്ക് രക്ഷപ്പെടൂല. നമുക്ക് ഈ ഉമ്മത്തിനെ ഒന്നിക്കാൻ സാധിക്കൂല. നമുക്ക് ഈ ഉമ്മത്തിനെ ഒന്നിപ്പിക്കണമെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ വേണം. ആ വിശ്വാസം, ആ നിലപാടുകൾ, അതേ നിലപാടുകൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ വേണം, അവരുടെ ഹൃദയത്തിൽ വേണം. നമ്മുടെ മകന്റെ ഹൃദയത്തിൽ സ്വഹാബത്തിന്റെ വിശ്വാസമായിരിക്കും വേണ്ടത്. നമ്മുടെ ഭാര്യയുടെ നിലപാടുകൾ സ്വഹാബി വനിതകളുടെ നിലപാടുകളായിരിക്കണം. നമ്മുടെ കച്ചവടത്തിൽ സ്വഹാബത്ത് കച്ചവടത്തിൽ കാണിച്ച മര്യാദകൾ പ്രകടമാകണം. ഇങ്ങനെ ഓരോരുത്തരും എപ്പോ മാറുന്നു അപ്പോഴല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കൂല. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള പോലെ തന്നെ പോവാ, എന്നിട്ട് റബ്ബ് നമ്മൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റും വേണം. നമ്മളിട്ട് മാറാൻ തയ്യാറുമില്ല. അങ്ങനെ ഒരിക്കലും നടക്കൂല. നമ്മളിലുള്ള പോരായ്മകൾ നമ്മൾ മാറ്റുമ്പോഴല്ലാതെ നമ്മൾക്ക് റബ്ബ് നിശ്ചയിച്ച പല പ്രയാസങ്ങളും റബ്ബ് നമ്മൾക്ക് എന്ത് ചെയ്യുക, നീക്കി തരൂല. നമ്മളിലുള്ള ന്യൂനതകൾ നമ്മൾ പരിഹരിച്ചാൽ, അതിന് മാറ്റം വരുത്തിയാൽ എന്ത് ചെയ്യും? നമ്മൾക്ക് മേൽ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ റബ്ബ് നമുക്ക് നീക്കിത്തരും, ബുദ്ധിമുട്ടുകൾ നീക്കിത്തരും. നമ്മൾ മാറണം. ഓരോരുത്തരും മാറുകയും വേണം, മാറ്റുകയും വേണം. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസ കാര്യങ്ങളാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറയുന്നത്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തോട് പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ, അവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ മുശ്രിക്കീങ്ങളും മറ്റുള്ള വിശ്വസിക്കാത്ത ആളുകളൊക്കെ, അത് എല്ലാ ആളുകൾക്കും ബാധകമാണ്. ഈ എല്ലാ ആളുകളും നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങളുടെ ഈമാൻ പോലെ അവരുടെ ഈമാൻ ആയി കഴിഞ്ഞാൽ അവർ ഹിദായത്തിലായി, അവർ സിറാത്തുൽ മുസ്തഖീമിലായി, അവർ അല്ലാഹുവിന് തൃപ്തി കിട്ടുന്ന പാതയിലായി, അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായി. എപ്പോൾ മാത്രം? വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആകണം. അതുപോലെ ആകണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താക്കന്മാർ പഠിപ്പിച്ചു തരുന്ന വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ തന്നെയാണോ ഉറപ്പുവരുത്തൽ നിങ്ങളുടെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ബാധ്യതയാണ്. ഓരോ വിഭാഗക്കാരനാണെങ്കിലും, ഏത് വിഭാഗക്കാരനാണെങ്കിലും അവനെ നിർബന്ധമാണ്. ആ വിശ്വാസത്തിലേക്ക് എല്ലാ വിഭാഗക്കാരും വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
ഇത് ദീനിന്റെ അടിസ്ഥാനം, ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് വിശ്വാസം. അതിലേക്ക് വരണം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾക്ക് നമ്മുടെ സ്വന്തത്തിലുള്ള വിശ്വാസം, ഈ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസമാണെന്ന് പരിശോധിക്കുക. നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടുകാരുടെ വിശ്വാസം, കൂട്ടുകാരുടെ വിശ്വാസം, കുടുംബക്കാരുടെ വിശ്വാസം, നാട്ടുകാരുടെ വിശ്വാസം, ഇതൊക്കെ അങ്ങനെ ആക്കാൻ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പരിശ്രമിക്കണം. അത്തരം പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയോ, അത്തരം സംസാരങ്ങൾ അയച്ചു കൊടുക്കുകയോ, അത്തരം സദസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കുകയോ, ഏതെങ്കിലും വിധേനെന്ത് ചെയ്യണം? എല്ലാ ആളുകളെയും നമുക്ക് പറ്റുന്നതിന് പരമാവധി ഈ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിലേക്ക് ഇത് ഞങ്ങളാകണം, നമ്മുടെ കൂട്ടത്തിൽ കൂടണം, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരണം, ഞങ്ങളുടെ വിഭാഗത്തിൽ ചേരണം, എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ എന്നൊന്നും നമ്മൾ പറയില്ല. അങ്ങനെ പറയുന്ന ഒരു വിഭാഗീയതര കക്ഷിത്വത്തിന്റെ ആളുകളല്ല നമ്മൾ. അങ്ങനെ നമ്മളിലേക്ക് ആരെയും ക്ഷണിക്കുന്നില്ല. ഞങ്ങളുടെ പള്ളിയിൽ വന്നാലേ നിങ്ങൾ ശരിയാവുള്ളൂ, ഞങ്ങളുടെ ക്ലാസ് കേട്ടാലേ, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. മറിച്ച് നിങ്ങൾ ഈ വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിൽ, അത് അള്ളാഹുവിന്റെ ഉറപ്പാണ്. ആര് നിങ്ങൾ എതിർത്താലും നിങ്ങളത് കാര്യാക്കേണ്ടതില്ല. നിങ്ങൾ സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അതേ വിശ്വാസത്തിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാണെന്ന് ഉറപ്പ് തന്നിട്ട് അള്ളാഹു. പക്ഷെ നിങ്ങൾ ഉറപ്പുവരുത്തണം ഞാൻ ആ വിശ്വാസത്തിലാണെന്നുള്ളത്. അത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. ആരുടെ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ എന്ത് ചെയ്യണം? വകവയ്ക്കേണ്ടതില്ല. ആര് പരിഹാസങ്ങളും ചെവി കൊടുക്കേണ്ടതില്ല. കാരണം നമ്മൾ ഹിദായത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വിഷയത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. മറ്റു വിഭാഗങ്ങളുടെ നേതാക്കന്മാർ, ഹക്ക് അറിഞ്ഞിട്ടും മൂടി വെക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അത്തരം ആളുകളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എന്നുവെച്ചാൽ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന കള്ള നാണയങ്ങൾ അവരെ ജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ തുറന്നു കാണിക്കണം. അവർ ഖുർആനിന്റെ ആളുകളല്ല. സ്വഹാബത്തിന്റെ വിശ്വാസത ഇന്ന കാര്യങ്ങളാണ്, ഇവർ പറയുന്നത് ഇന്ന രൂപത്തിലാണ്, ഇത് സ്വഹാബത്തിന്റെ വിശ്വാസമല്ല എന്ന് നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ, സാധാരണ അറിവില്ലാത്ത സാധാരണക്കാർക്ക് മുന്നിൽ അവരെ തുറന്നു കാണിക്കണം. അല്ലാതെ ഈ ഉമ്മത്ത് രക്ഷപ്പെടൂല. ഇത് ഒരാളുടെ സംസാരം കേട്ട് ലക്ഷക്കണക്കിന് ആളുകളെ വഴിതെറ്റി പോകുന്നത്. അയാൾക്കാണെങ്കിൽ ദുനിയാവിന്റെ പല ലക്ഷ്യങ്ങളുണ്ട്. അയാൾക്ക് ഹക്ക് അറിയാണെന്നല്ല. ഇയാളെ നല്ല ആളാണെന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ പിന്നാലെ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വഴിതെറ്റുമ്പോൾ അവരിൽ സത്യം ആഗ്രഹിക്കുന്ന ഹക്കിനോട് കൂറുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ മുന്നിൽ നമ്മൾ ഇയാളുടെ തനി നിറം തുറന്ന് കാണിക്കണം. അല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. അല്ലാതെ നമുക്ക് ഈ ദീനിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേറൊരു മാർഗമില്ല. അത് നമ്മൾ തുറന്നു കാണിക്കണം. എന്നിട്ട് ഇവർ ഈ പറയുന്ന ഇന്ന കാര്യങ്ങൾ, ഇതൊക്കെ സ്വഹാബത്തിന്റെ ആദർശത്തിന് എതിരാണ്, അല്ലാഹു സുബ്ഹാനഹു തൃപ്തിപ്പെടുന്ന വിശ്വാസമല്ല ഇവർക്കുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് നമുക്ക് അറിയുന്നവർക്ക്, അതിനുള്ള കഴിയുന്ന ആളുകൾക്ക് അത് ബാധ്യതയാണ്, നിർബന്ധ കാര്യമാണ്. അല്ലെ, പല ആളുകളും പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം പറഞ്ഞാൽ പോരെ, എന്തിനാ ആ സംഘടനക്കാരന് ഈ സംഘടനക്കാരന്, ആ വിഭാഗത്തിന് ഈ വിഭാഗത്തിന് എന്തിനു പറയുന്നത്? വെറുതെ എന്തിനാ സമസ്തക്കാരെ പറയുന്നത്? എന്തിനാ ഈ ഇഖ്വാനികളും പറയുന്നത്? എന്തിനാ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറയുന്നത്? എന്തിനാ തബ്ലീഗ് ജമാഅത്തിന് എന്തിനാ പറയുന്നത്? ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അത് നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർ ഹക്കിലാണ് എന്ന് കരുതിയിട്ടുള്ള സാധാരണ ജനങ്ങൾ, തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ, അവർ തിരിച്ചറിയണം, അവർ ഖുർആനിന്റെ ആളുകളല്ല, അവർ സിറാത്തുൽ മുസ്തഖീമിലല്ല. അവരുടെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറയാൻ, അത് അറിവുള്ള ആളുകൾക്ക് നിർബന്ധ ബാധ്യതയാണ്, പറയാതിരിക്കാൻ പാടില്ല.
ശരിയാണ്, പറഞ്ഞ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, നാട്ടിൽ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും, കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടത് ശരിയാണ്. പക്ഷെ അത് നമ്മൾക്ക് എല്ലാത്തിനേക്കാൾ വലുത് ദീനാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരൻ, നമുക്ക് പരിചയമുള്ളൊരു മുസ്ലിം സഹോദരൻ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു തീയിലേക്ക് വീഴുന്ന, നരകത്തിലേക്ക് പോയി ചാടുന്ന നമുക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ സാധിക്കും? നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. അത് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഈമാനെന്തോ പ്രശ്നമുള്ളതാണ്. ഒരാൾ ശരിയായ ഈമാനുള്ളവനാവുന്ന സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുന്നില്ല, പരിപൂർണമായി ഈമാനുള്ളവനാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വാക്ക. നമ്മൾ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരും നരകത്തിൽ പോകരുതെന്ന വാശി നമുക്ക് വേണം. അവരേതെങ്കിലും ഇതുപോലത്തെ ദജ്ജാലുകളുടെ സംസാരം കേട്ട്, ദീനിന്റെ പേരിൽ കള്ളങ്ങൾ നുണകൾ പറയാൻ യാതൊരു മടിയില്ലാത്ത ആളുകൾ സംസാരം കേട്ട് തെറ്റായ മാർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഇയാൾ ഹക്കിന്റെ ആളല്ല എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. പിന്നെ വിശ്വാസം മാത്രം മതിയോ? രണ്ടാമത്തെ കാര്യമാണ്, വിശ്വാസം മാത്രം പോരാ. വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അത് മാത്രം പോരാ. അതിൻ്റെ കൂടെ എന്ത് വേണം? അതിനോട് കൂടെ അമലുകളും ശരിയാവണം. അല്ലെ? അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തിലേക്കോ ഒന്നും നോക്കുന്നില്ല. മറിച്ച് അള്ളാഹു നിങ്ങളിലേക്ക് നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കും. ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും അമലുകളിലേക്കും. അപ്പൊ ആദ്യം ഹൃദയം ശരിയാവണം. ഹൃദയം ശരിയാവണം എന്ത് വേണം? ശരിയായ വിശ്വാസം വേണം. ശരിയായ വിശ്വാസം കൊണ്ടാണ് ഹൃദയം ശരിയാവുക. പിന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും ശരിയാവണം. പ്രവർത്തനം ശരിയാവാന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം നമുക്ക് വേണ്ട ക്വാളിറ്റിയാണ് എന്ത്? ഹറാമുകൾ ഇല്ലാതിരിക്കണം, വാജിബുകൾ പൂർത്തീകരിക്കണം, ഏറ്റവും മിനിമം. പിന്നെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, മക്റൂഹാത്തുകൾ വിട്ടത്, ഇതൊക്കെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ചെയ്യാം, പറ്റുന്ന പോലെ വർദ്ധിപ്പിക്കുക. പക്ഷെ ഏറ്റവും മിനിമം എല്ലാ വാജിബുകളും പൂർത്തീകരിക്കണം, എല്ലാ ഹറാമുകളും വിട്ടു നിൽക്കണം. ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ മുസ്ലിമുകൾക്കിടയിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇന്ന് നിലനിൽക്കുന്ന ഒരു പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് നമുക്കറിയാൻ ഏറ്റവും നല്ല തെളിവാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കഴിഞ്ഞു പോയി, സഹാബത്തിന്റെ ജീവിതം. ഇനി നമുക്ക് അള്ളാഹു ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണും, നമ്മുടെ കണ്ണുകൊണ്ട്. ഒരു പ്രശ്നവും വരൂല. എങ്ങനെയാണെങ്കിൽ വിശ്വാസം ശരിയായാൽ, അതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ ശരിയായാൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിക്കും. അന്ന് എല്ലാവരുടെ വിശ്വാസം ശരിയായ വിശ്വാസമായിരിക്കും, സഹാബത്തിന്റെ വിശ്വാസമായിരിക്കും. എല്ലാവരുടെ പ്രവർത്തനങ്ങളും ശരിയായ പ്രവർത്തനമായി തീരുമ്പോൾ ഹദീസുകൾ കാണാം, ഈ ദുനിയാവിൽ ഒരു പ്രയാസം നിലനിൽക്കൂല. എല്ലാ പ്രശ്നങ്ങളും, രോഗങ്ങളില്ല, പട്ടിണിയില്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എത്രത്തോളം ആട്ടിൻ പറ്റങ്ങൾക്ക് കാവൽ നിൽക്ക ചെന്നായിരിക്കും. ആട്ടിൻ പറ്റങ്ങളുള്ളവർക്ക് അറിയാം അത് അത്രത്തോളം അതിന് ഇതുണ്ട് എന്നുള്ളത്, പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. ആട്ടിൻ പറ്റങ്ങൾക്ക് ഏറ്റവും എപ്പോഴും പേടിക്കുന്ന കാര്യം ചെന്നായ പിടിക്കുമോ എന്നുള്ള പേടിയാണ് എപ്പോഴും അയാൾക്ക് ഉണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് ആട്ടിൻ പറ്റങ്ങൾ കൂടെ നായകളെയും മറ്റൊക്കെ കൊണ്ടുപോവുക. ഒരുപാട് ശ്രദ്ധിക്കുകയും ഉറക്കം നഷ്ടപ്പെടുകയൊക്കെ ചെന്നായിനെ പിടിച്ചിട്ട്. അന്നത്തെ കാലത്ത് ആട്ടിൻ പറ്റങ്ങൾക്ക് കാവലെന്നൊക്കെ ചെന്നായിക്കളാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അത് നമുക്ക് ഇന്നും സാധിക്കും. പക്ഷെ അങ്ങനെ ആയാൽ മാത്രം. അത് ഈസാ നബി ആയതുകൊണ്ട് മാത്രം റബ്ബ് നിശ്ചയിച്ചു കൊടുത്താണോ? അല്ല.
നമ്മൾ ഇന്ന് ഒരു മുസ്ലിമീങ്ങൾ തീരുമാനിക്കണം, ഒറ്റക്കെട്ടായി തീരുമാനം എടുക്കുകയാണ്, ഞങ്ങൾക്ക് മറ്റൊന്നും ആഗ്രഹമില്ല, നമ്മൾക്ക് അള്ളാഹു തൃപ്തി മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ആത്മാർത്ഥമായി എല്ലാ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി പറയണം. ഞങ്ങൾ അതേ ആഗ്രഹിക്കും, വേറൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല, ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അത് കിട്ടിയാൽ ദുനിയാവ് വേണ്ട, സമ്പത്ത് വേണ്ട, അധികാരം വേണ്ട. ഇങ്ങനെ എല്ലാ മുസ്ലിമീങ്ങളും തീരുമാനിക്കുകയാണെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാ, സ്വഹാബത്തിന്റെ ആദർശം നിങ്ങൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആദർശം നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കും. എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഹറാമുകൾ നിങ്ങൾ ഒഴിവാക്കും, വാജിബുകൾ നിങ്ങൾ പൂർത്തീകരിക്കും. അതുപോലെ ഇവിടെ ആകും, ഒരു സംശയം വേണ്ട. അത് ഈസാ നബിക്ക് മാത്രമുള്ള കാര്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അത് നിശ്ചയിച്ചു കൊടുത്ത കാര്യമല്ല. അത് ഈമാനും അതുപോലെ തന്നെ ഈമാൻ ശരിയാകുന്ന ആളുകൾ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ശരിയാകുന്ന ആളുകൾക്ക് എപ്പോഴും നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണ്, എപ്പോഴും നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അത് അവർക്ക് മാത്രം പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട കാര്യമല്ല. അവരിൽ മാത്രം അത് പ്രകടമായത് എന്തുകൊണ്ടാണ്? അവരാണ് അതെന്ത് ഈ സമൂഹത്തിൽ പ്രാക്ടിക്കലായി നടപ്പിലാക്കി കാണിച്ചത്. അതുകൊണ്ടാണ് അവരിൽ എന്ത് ചെയ്തത് പ്രകടമായത്. മുമ്പുള്ള നബിമാർക്ക് അതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈസാ നബി വരാൻ നമ്മൾ കാത്തു നിൽക്കണം യാതൊരു നിർബന്ധമില്ല. ഈസാ നബി വന്നിട്ട് അങ്ങനെ നടപ്പിലാക്കിയാൽ അൽഹംദുലില്ലാ, ഖൈർ തന്നെയാണ്. പക്ഷെ ഈസാ നബി വരുന്നവരെ ഇതേ അവസ്ഥയിൽ തന്നെ തുടരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആണോ? അദ്ദേഹം വരുന്നത് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും ഉറപ്പുള്ളത്? നമുക്ക് നമ്മളുടെ ആഖിറം സലാമത്താക്കുക, നരകത്തിൽ നമ്മുടെ തടി സലാമത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വേറൊന്നും നമ്മുടെ ഈ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. നമുക്കൊരു ആരുടെയും, എല്ലാവരും നമ്മുടെ കൂടെ വന്ന് നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് നടന്ന് എല്ലാവരും മുന്നിൽ നേതാവായി കുറേ അനുയായികളെ പിന്നിൽ കൊണ്ട് നടന്ന് അങ്ങനെ ഒരു അധികാരത്തിനോ ദുനിയാവിൽ എന്തെങ്കിലും ലാഭത്തിനോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല. അങ്ങനെയൊന്നും നമുക്ക് വേണ്ടതാണ്. മുഖബിൽ റഹിമുള്ള പറയാറുണ്ട്, കസേരകൾക്ക് നമ്മുടെ അടുക്കൽ ചാണകത്തിന്റെ വില പോലുമില്ല. അധികാര കസേരകൾക്ക് നമ്മുടെ അടുക്കൽ ചാണകത്തിന്റെ വില പോലുമില്ല. നമുക്കതൊട്ട് വേണ്ടതാണ്. മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇന്നത്തെ മുസ്ലിമീങ്ങൾക്കൊന്നും റബ്ബിന്റെ തൃപ്തി കിട്ടൂലേ? അവരൊന്നും നരകത്തിന് രക്ഷപ്പെടൂലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിമീങ്ങൾ അവർ സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് മടങ്ങാത്തിടത്തോളം അവർ നരകത്തിൽ നിന്ന് രക്ഷ അവർക്ക് കിട്ടൂല. ഇതെന്റെ വാക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. മുസ്ലിമീങ്ങൾ സ്വഹാബത്തിന്റെ ആദർശത്തിലേക്ക് പൂർണ്ണമായും മടങ്ങാത്തിടത്തോളം അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടൂല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിക്ക മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? അന്നത്തെ അവരവരുടെ വാപ്പയും പഠിപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസം, അവനവന്റെ നാട്ടുകാരിൽ അവിടെയുള്ള പള്ളിയിൽ നിന്ന് പഠിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരിൽ നിന്ന് കിട്ടുന്ന വിശ്വാസം, ഈ ഒരു വിശ്വാസമാണ് അവൻ കൊണ്ട് നടക്കുന്നത്. അത് മുഴുവൻ ശരിയാണെന്ന് അവനൊരു ഉറപ്പില്ല. ഉറപ്പിക്കാൻ അവന്റെ കയ്യിൽ ഒരു മാനദണ്ഡമില്ല. അവൻ വിചാരിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ പോകുന്ന, ഞാൻ നരകത്തിൽ രക്ഷപ്പെടുന്ന. ആരാ പറഞ്ഞു നിങ്ങൾ നരകത്തിൽ രക്ഷപ്പെടുന്നത്? ആരാണ് നിങ്ങൾക്ക് ഉറപ്പ് വന്നത്? നിങ്ങളുടെ വിശ്വാസം മുസ്ലിമേ സ്വഹാബത്തിന്റെ വിശ്വാസം പോലാകാതെ നിങ്ങൾക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കൂല. മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെ പറ്റിയും നസാറാക്കളൊക്കെ പറ്റിയും പറഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്തിനെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. എന്താ പറഞ്ഞത്? 73നെ പറ്റിയും
മുസ്ലിം ആയാൽ സ്വർഗത്തിലാണെന്നാണെങ്കിൽ എന്താ പറയേണ്ടത്? എന്താ? ഇവരെല്ലാവരും സ്വർഗത്തിലാണെന്നല്ലേ പറയേണ്ടത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ല വാഹിദ, ഒരു വിഭാഗം. ഏതാണ് വിഭാഗം എന്ന് സഹാബത്ത് ചോദിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്നേ ദിവസം, പറയുന്ന ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ അതേ അവസ്ഥയിൽ നിലകൊണ്ട ആളുകളല്ലാതെ മുസ്ലിമീങ്ങളിൽ നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുന്ന ആരുമില്ല, വേറെ ആരുമില്ല. എത്ര വലിയ സംഘടന ആയിക്കോട്ടെ, എത്ര അണികളുണ്ടായിക്കോട്ടെ, എത്ര പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനുണ്ടായിക്കോട്ടെ, ഇതൊന്നും അവർക്ക് റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കില്ല. റബ്ബിന്റെ അടുക്കൽ അവർക്ക് ഉപകരിക്കുക ഒരേ ഒരു കാര്യമാണ്, അവരുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ രൂപത്തിലാവാം. അങ്ങനെയാണെങ്കിൽ റബ്ബ് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, അവർ ഹിദായത്തിലാണ്. പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. റബ്ബ് ഒരാൾ ഹിദായത്തിലാണെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ അതിനർത്ഥം അവൻ സിറാത്തുൽ മുസ്തഖീമിലാണ്. അവൻ മരണപ്പെട്ടാൽ റബ്ബ് അവനെ തൃപ്തിപ്പെടും. അവൻ നരകത്തിൽ നിന്ന് റബ്ബ് അവനെ രക്ഷപ്പെടുത്തും. റബ്ബ് അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതൊക്കെ റബ്ബിന്റെ ബാധ്യതയാണ്. എങ്ങനെയാണെങ്കിൽ മാത്രം ഓരോ മുസ്ലിമും സ്വഹാബത്തിന്റെ വിശ്വാസത്തിലാകും മാത്രം. അപ്പോഴേ നമുക്കിത് പ്രതീക്ഷിക്കാനുള്ള വകയുള്ളൂ, നമ്മളതിൽ അർഹരായി തീരുള്ളൂ. അതല്ലാതെ എൻ്റെ ഉപ്പ മുസ്ലിമാണ്, ഇത്ര വലിയ പരമ്പരയാണ്, ആ കുടുംബമാണ്, ഈ കുടുംബമാണ്, ഇത്ര വലിയ സംഘടനയിലെ അംഗമാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഇന്നത്തെ മുസ്ലിമുകളിൽ സംരക്ഷകരാണ്, ഇങ്ങനെയൊന്നും വാദിച്ചത് കൊണ്ട് നിനക്ക് റബ്ബിന്റെ അടുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാര്യമാണ് നമുക്ക് എല്ലാ മുസ്ലിം വിഭാഗങ്ങളോടും പറയാനുള്ളത്. ഒരിക്കലും നമ്മളിലേക്ക് ക്ഷണിക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളിലേക്ക് വരണം, യാതൊരു നിർബന്ധമില്ല. അത് ഞങ്ങൾ പറയുന്നില്ല, വാദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ തടി നരകത്തെ സലാമത്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി സത്യസന്ധമായി നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് പോകണം, അത് പഠിക്കണം, നിർബന്ധമാണ്. നിങ്ങളുടെ ഉസ്താക്കന്മാർ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന വിശ്വാസം അത് തന്നെയാണോ എന്ന് പരിശോധിക്കണം, ചോദിക്കണം, അവരോട് തെളിവ് കൊണ്ടുവരാൻ പറയണം. ഇത് സ്വഹാബത്തിന്റെ വിശ്വാസമാണ് എന്നതിന് എന്താ തെളിവ്? ഓരോ വിഷയത്തിനും ചോദിക്കണം. എന്നിട്ട് അവർക്ക് സ്വഹാബത്തിന്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറയണം. അവരെന്ന് പിന്നെ ദീൻ പഠിക്കാൻ നിൽക്കരുത്. അവർ ദീൻ പഠിപ്പിക്കാൻ അർഹരായി നിങ്ങൾ അവരെ കണക്കാക്കരുത്. അവരോട് വേറെ വല്ല കച്ചവടത്തിന്, വേറെ വല്ല പണിക്ക് പോകാൻ പറയണം. എന്നിട്ട് ആ സ്വഹാബത്ത് പഠിപ്പിച്ച, സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിശ്വാസം പഠിപ്പിച്ചിരുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചിരുന്ന ആളുകളെ സ്വീകരിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യാത്തിടത്തോളം ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. അപ്പൊ ഈ സംസാരം എന്നുള്ളത് ഈ ഒരു ലക്ഷ്യം മാത്രമുള്ള ആളുകൾ, ദുനിയാവ് ലക്ഷ്യം വെക്കുന്ന, അധികാരം ലക്ഷ്യം വെക്കുന്ന, പ്രശസ്തി ലക്ഷ്യം വെക്കുന്ന, ഇതൊന്നും ലക്ഷ്യം വെക്കുന്ന ആളുകളോട് ഈ സംസാരം അത് ഉദ്ദേശിക്കുന്നേ ഇല്ല. അവരോടല്ല ഇത് പറയുന്നത്. അവരുടെ പാട്ടിന് പോയിക്കോട്ടെ, അവർക്ക് വേണ്ടത് റബ്ബ് കൊടുത്തോളും. എന്നാൽ നരകത്തിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിക്കുന്ന ആളുകളോട് മാത്രമാണ് ഈ സംസാരം. അവരോട് മാത്രമാണ് ഈ ഒരു കാര്യം പറയാനുള്ളത്. കാരണം അവർക്കല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കൂല, അവർക്കല്ലാതെ മാറ്റങ്ങൾ വരൂല. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയുള്ള ആളുകൾ ആരാണ്? അതൊരുപാട് പേരുണ്ട്. അറിവില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെല്ലാം അറിഞ്ഞിട്ട് ഹക്ക് തിരിച്ചറിഞ്ഞ് ബാത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ തന്നെ തുടരുന്ന കക്ഷിത്തുള്ള ആളുകളൊന്നും അല്ല മിക്ക ആളുകളും. ഒന്നും അറിയാത്ത, വലത്ത് നടത്തോട്ട് എഴുതുന്ന എല്ലാം ദീനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പലരും. അവരോട് നമുക്ക് ഗുണകാംക്ഷ ഉണ്ടാവണം.
അവരിൽ ഈ ആത്മാർത്ഥതയുള്ള ആളുകളെ നമ്മൾ പോയി കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക? ആത്മാർത്ഥത അളക്കുന്ന എന്തെങ്കിലും യൂണിറ്റുകളുണ്ടോ? എന്തെങ്കിലും മെഷീനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണട ലെൻസ് എന്തെങ്കിലും ഉണ്ടോ? നോക്കിയിട്ട് ഇന്ന ആൾക്ക് ആത്മാർത്ഥത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനൊറ്റൊരു വഴിയുള്ളൂ, ദഅവത്ത് നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ദഅവത്ത് നടത്തുമ്പോഴെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മൾ രക്ഷപ്പെട്ടല്ലോ അൽഹംദുലില്ലാഹ് അങ്ങനെ ഇരുന്നാൽ ഇത് നടക്കൂല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ്, മറ്റ് മുസ്ലിം സംഘടനകൾ എന്തോ ആയിക്കോട്ടെ, അവരിൽ ആത്മാർത്ഥതയുള്ളവരെ നമ്മൾ കണ്ടെത്തണം. അത് വേറെ വിഷയം. നമ്മൾക്ക് നമ്മളോട് പറയാനുള്ള കാര്യം, നമ്മൾ ഓരോരുത്തർ സ്വയം വിചാരം നടത്തേണ്ട കാര്യം, നമ്മൾക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ നമ്മൾ രക്ഷപ്പെടൂല. ഞാൻ സ്വഹാബത്തിന് വിശ്വാസം പഠിച്ചു, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിയാക്കുന്നത് അൽഹംദുലില്ലാഹ്, ഞാൻ അങ്ങനെ പോവാ. എൻ്റെ വീട്ടുകാർ വാപ്പെന്തോ ആയിക്കോട്ടെ, ഉമ്മെന്തോ ആയിക്കോട്ടെ, എൻ്റെ ഭാര്യ എന്തോ ആയിക്കോട്ടെ, മക്കളെന്തോ ആയിക്കോട്ടെ, എൻ്റെ കുടുംബക്കാരെന്തോ ആയിക്കോട്ടെ, അയൽക്കാരെന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെന്തോ ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിട്ടില്ല. നമ്മൾ പേടിക്കണം. നമ്മളെപ്പോഴും ഓതും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ അസ്ർ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അള്ളാഹു കാലത്തെ സാക്ഷ്യമാക്കി പറയാണ്, എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ്, എല്ലാവരും നരകത്തേക്ക് എത്തും, എല്ലാവരും. എന്നിട്ട് നരകത്തിന് രക്ഷപ്പെടുന്ന വിഭാഗത്തിന്റെ ക്വാളിറ്റികൾ പറയുമ്പോൾ മൂന്നാമതായിട്ട് പറയുന്ന ക്വാളിറ്റി എന്താ? വതവാസൗ ബിൽ ഹഖ്. അവർക്കറിയുന്ന ഹഖ് എന്ത് ചെയ്യും? അവർ പരസ്പരം പറഞ്ഞു കൊടുക്കും. സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതൊരിക്കലും നരകത്തിൽ രക്ഷപ്പെടുന്ന ആളുകളുടെ സ്വഭാവമല്ല. നമ്മളെ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും വിശ്വാസം പറഞ്ഞില്ലേ, നിന്നെ കൊണ്ട് ഒരൊറ്റ ആൾക്കെങ്കിലും ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ് ചുവന്നൊട്ടകം. ഇന്നിപ്പോ ചുവന്നൊട്ടകം പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാവില്ല. ഇന്നിപ്പോ പറയുകയാണെങ്കിൽ എന്താ പറയാ, ലംബോർഗിനിന്നോ റോൾസ് റോയ്സിന്നോ എന്താ പറയാ, അങ്ങനത്തെ കാറുകളില്ല. അത് നിനക്ക് കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം ഹൈറായിട്ടുള്ളത് നിന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടല, ഒരാൾക്കെങ്കിലും. ആ ഒരു ആഗ്രഹം, പ്രതീക്ഷ നമ്മൾ എന്ത് വേണം, ആ ഒരു ആവേശം നമ്മൾ കാണിക്കണം. നമ്മളെ കൊണ്ടാവുന്ന ആളുകൾക്കൊക്കെ എല്ലാവരോടും ഒരേ രൂപത്തിൽ പറഞ്ഞാൽ അതെന്താവൂല, ശരിയാവൂല. എല്ലാവരോടും ഒരേ രൂപത്തിലല്ല നമ്മൾ ഇടപഴകേണ്ടത്. പല ആളുകളും പല രൂപത്തിലുണ്ടാവും. അപ്പൊ ആളുകളെ പരിഗണിച്ച്, സന്ദർഭം പരിഗണിച്ച്, സാഹചര്യം പരിഗണിച്ച്, അതുപോലെ തന്നെ ബന്ധം പരിഗണിച്ച്, പരിചയം പരിഗണിച്ച് എല്ലാം പരിഗണിക്കണം. ദഅവത്ത് എന്ന് പറയുമ്പോൾ ഓരോന്ന് അതിൻ്റെതായിട്ടുള്ള രീതികളിൽ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം, അവർക്കത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കേ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നരകത്തിലേക്ക് പോകുമ്പോൾ അവൻ നമ്മളിലേക്ക് തിരിഞ്ഞിട്ട്, റബ്ബേ ഇവൻ ഈ കാര്യം അറിഞ്ഞിട്ടും ഇവൻ എനിക്കത് പറഞ്ഞു തന്നില്ല എന്ന് നമ്മളിലെ വിരൽ ചൂണ്ടിട്ട് കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ ആഖിറത്തിൽ നമ്മൾ പേടിക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ഒരാളുടെ ഹൃദയം മാറുക, അവൻ ഹിദായത്തിലേക്ക്, ഇതൊക്കെ റബ്ബിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾക്കത് എത്തിച്ചു കൊടുക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ഇയാൾ ഒരിക്കലും മാറൂല, നമ്മൾ വിചാരിക്കേണ്ട, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇയാളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇയാളെ പള്ളിയിലത്തെ പ്രസിഡന്റ് ഇല്ല, നമ്മൾ വിചാരിക്കണ്ട. നമ്മൾക്ക് നമ്മുടെ ബാധ്യത നിർവഹിക്കാനുള്ള രൂപത്തിൽ നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. മാറണി മാറട്ടെ, റബ്ബ് ഉദ്ദേശിച്ച ചിലപ്പോൾ ഹിദായത്ത് കിട്ടും. എത്ര വലിയ തെമ്മാടികളാണ് ഒറ്റ സെക്കൻഡോട് മാറിയിട്ടുള്ളത്. ആരെയും നമ്മൾ എന്ത് ചെയ്യണ്ട, മുൻധാരണ വെച്ചിട്ട് ദഅവത്ത് ചെയ്യരുത്. ഇവ മാറൂല, വെറുതെ ആണ് നമ്മൾ പറയണ്ട എന്ന രൂപത്തിൽ നമ്മൾ ആരെയും അവഗണിക്കരുത്.
ആരും എപ്പോഴും മാറാം. ചിലപ്പോൾ ചില 10 മിനിറ്റ് സംസാരം കൊണ്ട് ഒരു ഗ്രാമം, ഒരു നാട് മൊത്തം മാറിയ സംഭവങ്ങൾ, ചരിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്നും നിസ്സാരമാകണ്ട. നമ്മൾ സബബുകൾ സ്വീകരിക്കുക. റബ്ബാണ് ഹിദായത്ത് കൊടുക്കുന്ന ആളാണ്. നമ്മൾ സബബുകൾ സ്വീകരിക്കുക. അത് ശരിയാവില്ല, മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സബബ് സ്വീകരിച്ചിട്ടില്ല. സബബുകൾ സ്വീകരിച്ച് റബ്ബിൽ തവക്കലാക്കുക. ബാക്കിയൊക്കെ എന്ത് ചെയ്തോളും? റബ്ബ് നമുക്ക് പൂർത്തീകരിച്ചു തരും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വിഷയത്തിൽ അതിനെന്തു വേണം? ഇഷ്ടംകാരും മറ്റുമൊക്കെ ചെയ്യുന്ന പോലെ ഓടിച്ചാടി ആവേശത്തിന് പുറത്തല്ല ദാവത്ത് ചെയ്യണം. ദാവത്ത് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തിലേക്ക് നമ്മൾ ദാവത്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം സ്വഹാബത്തിന്റെ വിശ്വാസമാണ്. നമ്മൾ പഠിക്കണം സ്വഹാബത്തിന്റെ വിശ്വാസം. ഓരോരുത്തരും പഠിക്കണം, ഇരുന്ന് പഠിക്കണം. സ്വഹാബത്തിന് ഈ വിഷയത്തിൽ ഈ നിലപാടാണ്, സ്വഹാബത്തിന് ഇന്ന കാര്യത്തിൽ ഈ ആദർശമാണ്, സ്വഹാബത്ത് ഈ വിഷയത്തിൽ ഈ വിശ്വാസമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഓരോ നമ്മൾ ഇരുന്ന് പഠിക്കണം. എന്നിട്ട് ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നി ഉറച്ച സ്ട്രോങ് ആയ രൂപത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദാവത്തിലേക്ക് ഇറങ്ങും. ഈ ഒരു കാര്യത്തിലേക്ക്, നമ്മൾ പഠിച്ച വിഷയത്തിലേക്ക് ക്ഷണിക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം, തുടക്കം എന്നുള്ളത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴാണ്. നമുക്ക് തന്നെ പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോ, ഈ മുസ്ലിമീങ്ങൾക്കുള്ള ഒരു പ്രയാസം നീങ്ങാൻ പോകുന്നില്ല. ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കാൻ മടി കാണിച്ചാൽ മുസ്ലിമീങ്ങളുടെ പ്രയാസം നീങ്ങുന്നത് വൈകും. ഹക്കിന്റെ ആളുകൾ കാണിക്കുന്ന അലംഭാവം അത് എല്ലാ ആളുകളെയും ബാധിക്കും. നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും അത് വിനയിക്കും. നമ്മൾ ഹക്കിന്റെ ആളുകളാണെങ്കിൽ ബാത്തിലിന്റെ ആളുകൾ പരിശ്രമിക്കുന്ന പരിശ്രമത്തെക്കാളും അവർ കാണിക്കുന്ന ആവേശത്തിനേക്കാളും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, ആവേശം കാണിക്കേണ്ടതുണ്ട്. അവർ പലരും രാവും പകലുമില്ലാതെ എന്തൊക്കെയോ കാര്യത്തിനു വേണ്ടി വെറും ബാത്തിലായിട്ടുള്ള, ഒരു നിലയ്ക്ക് ഒരു തെളിവുമില്ലാത്ത, ഹക്കിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത പല വിഷയങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ട് രാവും പകലുമില്ലാതെ. അവരങ്ങനെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ ഹക്കിന്റെ ആളുകളായി നമ്മളെക്കാൾ അവരാവേശമുള്ളവരാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം പരിശ്രമിക്കണം. എന്തെല്ലാം രൂപത്തിൽ നമുക്ക് സാധിക്കും ആ രൂപത്തിലേക്ക് നമ്മൾ പരിശ്രമിക്കണം. ഇനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സംസാരം കൊണ്ട് സാധിക്കില്ലെങ്കിൽ എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാം? ഓരോരുത്തർക്ക് അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ. ഇനി നമുക്കതിന് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കാൻ ഇറങ്ങാൻ സമയമില്ലെങ്കിൽ, നമ്മൾ നമ്മുടെ കച്ചവടം മറ്റു കാര്യങ്ങൾ ശുഗലാണെങ്കിൽ നമ്മൾ സാമ്പത്തികമായി നമ്മുടെ കച്ചവടത്തിന് ലാഭവും മറ്റു കാര്യങ്ങളും കൊടുത്തെന്ത് ചെയ്യാം? സമ്പത്തുകൊണ്ട് ഓരോരുത്തർക്കും അവർക്ക് പറ്റുന്ന പോലെ. പല ഈ ആളുകൾക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കാൻ ഇറങ്ങി നടക്കുന്ന പല ആളുകളും എന്തുകൊണ്ടാണ് പിന്നോട്ട് വലിയുന്നത്? എന്തുകൊണ്ടാണ് വലിയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളെയും. അവർ ജനങ്ങൾക്ക് റബ്ബിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ, സ്വഹാബത്തിന്റെ ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഓടി നടന്ന പല ആളുകളും അവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, അത് നേരിട്ട് അവർ ക്ഷമിച്ച് പക്ഷേ അവർക്ക് ഒരു നിലയ്ക്ക് മുന്നോട്ട് പോവാൻ പറ്റാതായപ്പോൾ അവരെന്ത് ചെയ്തു? അവരെന്താ ചെയ്തത്? ആ പറയുന്ന പണി നിർത്തി, ആ ജോലി മറ്റു പല ജോലികൾക്കും കയറി, കച്ചവടത്തിൽ കയറി, മറ്റ് പല ജോലികൾ, ഓഫീസ് ജോലികൾ, മറ്റുള്ള കാര്യങ്ങൾക്കും. അങ്ങനെ എത്ര ആളുകളുണ്ട്. നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ ഈ ആളുകൾക്ക് സാമ്പത്തികമായി സഹായിച്ചിട്ട് നമുക്ക് അവരെ സഹായിച്ചൂടെ? അങ്ങനെ ചെയ്താലും നമ്മൾ ആ പറയുന്ന ആള് ചെയ്യുന്ന പ്രവർത്തനത്തിലുള്ള പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടും, ഒട്ടും കുറയൂല. അയാൾ ദഅവത്ത് നടത്തി, അയാളുടെ ദഅവത്ത് കൊണ്ട് ഹിദായത്ത് കിട്ടുന്ന ആളുകളുടെയൊക്കെ പ്രതിഫലം അയാൾക്ക് കിട്ടുന്നത് പോലെ ഈ സാമ്പത്തികമായി സഹായിക്കുന്ന ആൾക്കും കിട്ടും, ഒട്ടും കുറയൂല.
അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുതി പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, നമ്മൾ ഈ കാര്യം പഠിച്ചിട്ട് നമുക്കത് മറ്റൊരാൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ട. സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തൂടെ, പറ്റുന്ന പ്രവർത്തി മേഖലകളിൽ ഏർപ്പെട്ടൂടെ. നമ്മളാൽ കഴിയുന്ന ഏത് ചെറിയൊരു കാര്യവും അതിന് വലിയ പ്രാധാന്യം റബ്ബിൻ്റെ അടുക്കൽ. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ഒരു കാര്യത്തെ നിസ്സാരമാക്കരുത്, ഒരു കാര്യത്തെ നിസ്സാരവൽക്കരിക്കരുത്. ഒരു ഖൈറിനെ നമുക്ക് കൊണ്ട് പറ്റുന്ന എത്ര ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക. അങ്ങനെ എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ പരമാവധി മാക്സിമം ആ ഒരു സ്പീഡിൽ, ആവേശത്തിൽ, ഉന്മേഷത്തിൽ, പരിശ്രമത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മാറ്റങ്ങൾ വരിക. അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അത് എത്രത്തോളം ഹൈറാണെന്ന് മനസ്സിലാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒന്ന് പുതുനഗരത്ത് എത്ര പള്ളികളുണ്ട്? 20-ലധികം ഉണ്ടാവും. 20-നോളം, 10-നേക്കാളുണ്ട് അല്ലേ? ഈ പള്ളികൾ മുഴുവനും അതിൽ വരുന്ന ആളുകൾ എല്ലാവരും സ്വഹാബത്തിന്റെ ആദർശത്തിലായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പുതുനഗരം ഉണ്ടാവുക? ചിന്തിച്ചു നോക്കിയാൽ പിന്നെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവും? മുസ്ലിമീങ്ങൾ തമ്മിലൂടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും? ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കൂല. ഇതുപോലെ നാട് മൊത്തം ആയിക്കഴിഞ്ഞാലോ, എല്ലാ മുസ്ലിമുകളും ആയിക്കഴിഞ്ഞാലോ അങ്ങനെ ആകൂലെന്നുണ്ടോ? ആകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഹക്ക് മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടി മെനക്കെടണം. നമ്മൾ മെനക്കെടാതെ മടിപിടിച്ച് കാര്യം അറിഞ്ഞിട്ടും മറ്റൊരാൾ പറയാൻ നാണം കാണിച്ച് അങ്ങനെ പുറകോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ മാറ്റം വരുന്നത് ഇനിയും വൈകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കുക. നാണിച്ചാൽ നമുക്ക് വലിയ പദവികൾ നഷ്ടപ്പെട്ടു. മടി കാണിച്ചാൽ വലിയ പദവികൾ നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ മറ്റുള്ള ആളുകളുടെ സംസാരം കുത്തുവാക്കുകളാണെന്ന് അത് പേടിച്ചിട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അത് ഒരു കാലത്തും ഇല്ലാതിരിക്കുക. ഏറ്റവും ഉത്തമനായ, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായ, എല്ലാവരും ആദരിക്കപ്പെട്ടിരുന്ന, എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം ഹക്ക് പറയാൻ തുടങ്ങിയപ്പോഴും അദ്ദേഹത്തെയും പലരും ചെയ്തിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ നമ്മളെ പറയാതിരിക്കുമോ? ഒരിക്കലുമില്ല. അത് പേടിച്ചിട്ട് പറയാതിരിക്കണ്ട. പറയുന്നവരെന്തെങ്കിലും പറഞ്ഞു നമ്മളത് പരിഗണിക്കേണ്ട ആവശ്യം പോലും. ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ വിടാന്ന് പറയാറുണ്ട്. അതുപോലെ പരിഗണിക്കന്നെ വേണ്ട, നമ്മളിത് കേൾക്കാൻ തന്നെ നിൽക്കണ്ട. എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ. നമ്മൾ നമ്മുടെ കാര്യമായിട്ട് എന്ത് ചെയ്യുക? ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും. തടസ്സങ്ങൾ ഉണ്ടാവും, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും, ഒരുപാട് എതിരാളികൾ ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുള്ളൂ? രാത്രി കഴിഞ്ഞിട്ട് തന്നെ പകല് വന്നിട്ടുള്ളൂ എന്നുള്ളത് പോലെ തന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചിന്തിക്കുക, ഞാൻ മനസ്സിലാൻ വേണ്ടി പറയണം, അദ്ദേഹം ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. എന്ത്? ഞാനിത് എൻ്റെ നാട്ടുകാർ, എനിക്ക് ഇത്രയും വേണ്ടപ്പെട്ട എൻ്റെ കുടുംബക്കാർ, എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഞാൻ അവരോട് പറയുമ്പോൾ ഇവർക്കിത് മനസ്സിലാവുന്നില്ലല്ലോ, ഇവരെന്നോട് ദേഷ്യപ്പെടുകയാണല്ലോ, എന്നോട് ശത്രുത കാണിക്കുകയാണല്ലോ, വെറുതെ ഞാൻ എന്തിനാ ഇത് ഇത്രയും റിസ്ക് എടുത്തിട്ട്? എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം, എന്നെ പലപ്പോഴും പല ആളുകൾ കല്ലെറിയുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, പലപ്പോഴും കൊല്ലാൻ നോക്കുന്നുണ്ട്, എന്നിൽ വിശ്വസിച്ച ആളുകളെ കൊല്ലുന്നുണ്ട്, പലരെയും വളരെ വേദനയുള്ള രൂപത്തിൽ മർദ്ദിക്കുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? ഇത്രയും റിസ്ക് എടുക്കുന്നത് എന്തിനാണ് എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദഅവത്ത് അവിടെ നിർത്തിയിരുന്നെങ്കിലോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന എത്രത്തോളം വലിയ അപകടമാണെന്ന് മനസ്സിലാൻ വേണ്ടി പറയുന്ന.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല മക്കയിൽ. വലിയ കുടുംബമാണ്, സാമ്പത്തികമായി അത്യാവശ്യം നല്ല അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ആരോഗ്യപരമായിട്ട് എല്ലാ നിലയ്ക്കും എല്ലാവരും സ്നേഹിക്കപ്പെട്ട് ആദരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആ നാട്ടിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുടുംബക്കാർ നേർക്കുന്നത് യുദ്ധങ്ങൾ ചെയ്ത് ശരീരത്തിൽ വളരെ ആഴത്തിലുള്ള മുറിവുകൾ പറ്റി എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടും. സ്വന്തം നാട്ടിൽ നിന്ന്, അത്രയും പ്രിയപ്പെട്ട മക്കയിൽ നിന്നും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകേണ്ട സാഹചര്യത്തിൽ ആയിത്തീർന്ന എന്ത് കാരണത്താലാണ്? ഹക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹക്ക് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. എല്ലാവരും കൈനീട്ടി സ്വീകരിക്കൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമൊന്നുമില്ല. പലതരത്തിലും പല ആളുകളും പല പ്രയാസങ്ങളും ഉണ്ടാകും. അത് നമ്മൾ പരിഗണിക്കുന്നേ വേണ്ട. നമ്മൾ ഹക്കിലാണെങ്കിൽ പര്യവസാനം റിസൾട്ട് നമുക്ക് പര്യവസാനം നമുക്കാണ്. ഇനിയിപ്പോ നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ല, നമ്മൾ ആ ഹക്കിന്റെ മാർഗത്തിൽ പോരാടിയിട്ട് നമ്മൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം, നമുക്കൊരു നഷ്ടവുമില്ല. നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം നിറവേറിയാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മൾ മനസ്സിൽ കരുതിയ ലക്ഷ്യം, ആ ലക്ഷ്യം നിറവേറിയാൽ ഉണ്ടാവുന്ന ആ പ്രതിഫലം മുഴുവൻ നമുക്ക് റബ്ബ് തരും. ഒരു നഷ്ടം നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞു പഠിക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിലൂടെ വിശ്വാസം നമ്മൾ ശരിയാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ അമലുകൾ ശരിയാക്കണമെങ്കിലും, ഹറാം ഹലാലുകൾ തിരിച്ചറിയണമെങ്കിലും, വാജിബുകൾ മനസ്സിലാക്കണമെങ്കിലും അതിനും പഠിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക വിശ്വാസത്തിലും പ്രവർത്തനത്തിലും. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ പഠിക്കാനും അമലാക്കാനും ദാവത്ത് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായി? എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും. ഇത് പറയുമ്പോൾ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ഇത്രയുള്ള ദീൻ എന്ന് വെച്ചാൽ ഇത്ര എളുപ്പമാണ്, ഇത്ര എളുപ്പമുള്ള പരിഹാരമാണ് ദീൻ പഠിപ്പിച്ചു തന്നിട്ട്. ഈ പരിഹാരത്തിലേക്ക് എല്ലാവരും മടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തുടച്ചു നിൽക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു പരിഹാരം അത് കഴിവിൻ്റെ പരമാവധി നടപ്പിൽ വരുത്തുവാനും, അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങൾ അത് ദൂരീകരിക്കാൻ, അത് തുടച്ചു നിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു നമ്മ ഓരോരുത്തരെയും സബബുകളായി നിശ്ചയിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. Hi.